ശ്രീഹരേ നമ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം 7-ാം സ്കന്ധം 9-ാം അധ്യായം. നരസിംഹ അവതാര കഥയെ വർണ്ണിച്ചു വരുമ്പോൾ ബ്രഹ്മാദിദേവന്മാരുടെ സ്തുതിയെല്ലാം കേട്ടിട്ടും നരസിംഹമൂർത്തിയുടെ കോപം ശമിച്ചിട്ടില്ല. ആ ഭഗവാന്റെ അത്യുഗ്രമായിട്ടുള്ള തേജസ്സുകൊണ്ട് ദേവന്മാർക്കാർക്കും തന്നെ ഭഗവാനെ സമീപിക്കുവാനും ധൈര്യമുണ്ടാവുന്നില്ല. അവർ ലക്ഷ്മീദേവിയെ ആശ്രയിച്ചു. ലക്ഷ്മീദേവി ആത്മവിശ്വാസത്തോടുകൂടി അവിടെ എത്തി. എങ്കിലും താൻ ഇതിനു മുൻപ് ഒരിക്കലും കാണാത്ത വിധം ഒരു ഭാവപ്പകർച്ച കണ്ട് ഭയത്തോടുകൂടി ദേവി പിൻവാങ്ങി. ഒരുപക്ഷെ തൻ്റെ പ്രിയഭക്തനായ പ്രഹ്ലാദന്റെ വൈഭവം ലോകമറിയട്ടെ എന്ന് ഭഗവാൻ സങ്കല്പിച്ചിട്ടുണ്ടാവാം. എല്ലാവരും പരാജയപ്പെട്ട ആ സന്ദർഭത്തിൽ ബ്രഹ്മാവ് തന്നെ പ്രഹ്ലാദനോട് പറഞ്ഞു, ആ ഭഗവാന്റെ കോപഭാവത്തെ നീ കാണുന്നില്ലേ? നിന്റെ പിതാവിനോടുള്ള ക്രോധമാണതിന് കാരണം. അതുകൊണ്ട് പ്രഹ്ലാദ, നീ തന്നെ വേണം ആ ഭഗവാന്റെ കോപത്തെ ശമിപ്പിക്കാൻ. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് പ്രഹ്ലാദൻ ഭഗവാന്റെ സമീപത്ത് ചെന്നു. അസ്തൗഷി ഹരിമേകാഗ്രമനസാ സുസമാഹിത പ്രേമഗദ്ഗതയാ വാച തന്യസ്തഹൃദയേക്ഷണ. സാവധാനത്തിൽ ഭഗവാന്റെ തൃപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. തന്നെ നമസ്കരിച്ച് കൊണ്ടു കിടക്കുന്ന ആ ഭക്തോത്തമനായ പ്രഹ്ലാദനെ ഭഗവാൻ, ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ കടാക്ഷിച്ചു. അതുവരെ അഭിനയിച്ചതായ കോപം ആ ഭഗവാൻ ഉപസംഹരിച്ചു. അങ്ങനെ കോപം നിശേഷം ശമിച്ചു. ഭക്തനോടുള്ള വാത്സല്യം വളരെയധികം വർദ്ധിച്ചു. ആ പ്രഹ്ലാദനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തൻ്റെ കൈകൊണ്ട് ആ പ്രഹ്ലാദന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. ഭഗവത് സ്പർശം ഉണ്ടായതോടുകൂടി പ്രഹ്ലാദന് ബ്രഹ്മാനന്ദ അനുഭൂതി ഉണ്ടാവുകയും ആനന്ദാശ്രുക്കളെ ഒഴുക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടുകൂടി ആ ഭഗവത് ശരണാരവിന്ദങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് കണ്ണും മനസ്സും ആ നരസിംഹമൂർത്തിയിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് സ്തുതിക്കാൻ ആരംഭിച്ചത്. ബ്രഹ്മാദയസുരഗണ മുനയോധ സിദ്ധാസത്വൈകതാനമതയോ വജസാം പ്രവാഹൈ നാരാധിതും പുരുഗുണൈരധുനാ വിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. അല്ലയോ ഭഗവാൻ, ജഗൽപതികളായിട്ടുള്ള ബ്രഹ്മശങ്കരാദികൾ, ഋഷീശ്വരന്മാർ, ശുദ്ധ സത്വമൂർത്തികളായിട്ടുള്ള എത്രയോ മഹാത്മാക്കൾ, അവരുടെ എല്ലാം വാഗ്ധോരണി കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവിടുത്തെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. ആ സ്ഥിതിക്ക് ഒരു അസുര കുലത്തിൽ ജനിച്ച എനിക്ക് എങ്ങനെ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ കഴിയും? എന്നാൽ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശ്രീനാരദനിൽ നിന്ന് മനസ്സിലാക്കിയ ഒന്നുണ്ട്. ആ ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ ധനമോ ആഭിജാത്യമോ സൗന്ദര്യമോ പാണ്ഡിത്യമോ പൗരുഷമോ അങ്ങനെയുള്ള യോഗ്യതകളൊന്നും തന്നെ ആവശ്യമില്ല. മന്യേ ധനാഭിജനരൂപ തവ ശ്രുതൗജ സ്തേജപ്രഭാവബല പൗരുഷബുദ്ധിയോഗാഃ നാരാധനാഹി ഭവന്തി പരസ്യ പുംസോ
ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. പാണ്ഡിത്യമോ തപസ്സോ കുലമഹിമയോ സൗന്ദര്യമോ ഇത്തരം യോഗ്യതകളൊന്നും തന്നെ ഇല്ലാത്ത ആ ഗജേന്ദ്രനിൽ ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ, അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. അപ്പോൾ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ അവിടുന്ന് സന്തോഷിക്കൂ എന്നത് വ്യക്തമാണ്. ശമം, ദമം, തപസ്, ശൗചം, ആർജവം, ജ്ഞാനം, വിജ്ഞാനം, സത്യം, ആസ്തിക്യം തുടങ്ങിയിട്ട് 12 ഗുണങ്ങൾ തികഞ്ഞ ഒരു ബ്രാഹ്മണനാണ് എങ്കിൽ കൂടി ഭഗവാനിൽ ഭക്തിയില്ലെങ്കിൽ അവൻ ശ്രേഷ്ഠനല്ല. അവൻ അഹങ്കരിക്കുകയും അധപ്പതിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ഭഗവാനെ ആരാധിക്കുന്ന, എല്ലാം ഭഗവത്പാദകമലങ്ങളിൽ സമർപ്പിച്ച് സേവിക്കുന്ന ഒരു വ്യക്തി ജന്മനാ ചണ്ടാള കുലത്തിലാണ് അവൻ വന്നു പിറന്നത് എങ്കിലും അവൻ ശ്രേഷ്ഠനാണ്. അത്രയും അവൻ തൻ്റെ കുലത്തെ പരിശുദ്ധമാക്കുന്നു. ഭഗവാനെ അവിടുന്ന് അവാപ്ത സമസ്ത കാമനാണ്. പരിപൂർണനായ അവിടുത്തേക്ക് ഈ സംസാരക്ലേശങ്ങൾ അനുഭവിക്കുന്ന, വിഷയചിന്തകൾ വെച്ചുകൊണ്ടിരിക്കുന്ന സംസാരികളായ ഞങ്ങളുടെ പൂജ കൊണ്ട് ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല, ഒന്നും നേടേണ്ടതില്ല. അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്ന പൂജയെല്ലാം അവിടുന്ന് സ്വീകരിക്കുന്നത്. എന്നാൽ പൂജിക്കുന്നവനാവട്ടെ പരമമായിട്ടുള്ള ലാഭം നേടാൻ കഴിയുന്നു. ഭഗവാന്റെ മുഖം സത്യമാണ് എങ്കിൽ അതിൻ്റെ പ്രതിബിംബമാണ് ഭക്തൻ. അപ്പോൾ ഭഗവാന്റെ മുഖത്തെ അലങ്കരിച്ചാൽ പ്രതിബിംബത്തിനും അലങ്കാരമായി തീരുന്നു. യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനെ പ്രതിമുഖസ്യ യഥാമുഖശ്രീ. ഭഗവാനെ, ഞാൻ അസുരകുലത്തിൽ ജനിച്ച ഒരാളാണ്. എൻ്റെ അല്പബുദ്ധിക്കനുസരിച്ചിട്ടാണ് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നത്. അങ്ങനെ സ്തുതിക്കുമ്പോൾ എൻ്റെ ശരീരാഭിമാനം നശിക്കുകയും അന്ധക്കരണം ശുദ്ധമാകുകയും ചെയ്യും. ഈ ദേവന്മാർ എല്ലാം സത്വഗുണമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ സ്വജനങ്ങളാണ്, സേവകന്മാരാണ്. അസുരന്മാരായിട്ടുള്ള ഞങ്ങളെപ്പോലെ ഒരിക്കലും അവിടുത്തെ വിരോധികളല്ല. എന്നാൽ ഇപ്പോൾ ദേവന്മാരൊക്കെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഭഗവാന്റെ അവതാരങ്ങളെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം വിനോദത്തിനും ജീവജാലങ്ങളുടെ ക്ഷേമത്തിനുമായിട്ടാണ്. എൻ്റെ പിതാവായിട്ടുള്ള ഹിരണ്യകശിപു കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഭഗവാൻ ഹിരണ്യകശിപുവിനെ, എൻ്റെ അച്ഛനെ നിഗ്രഹിച്ചു. ഇപ്പോൾ ദേവന്മാർക്കൊക്കെ സമാധാനമായി കഴിഞ്ഞു. അവിടുത്തെ ഈ രൂപം, ഈ നൃസിംഹരൂപം സ്മരണ ചെയ്താൽ മതി, ഭയം ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടുത്തെ ആ കോപം ശമിച്ച് കാണണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. ഇവിടുത്തെ കോപത്തെ ശമിപ്പിച്ചാലും ഭഗവാനെ ഒരിക്കലും അങ്ങയുടെ ഈ ഘോര നരസിംഹരൂപത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. എൻ്റെ മാതാവും പിതാവുമായിട്ടുള്ള ഭഗവാനെ
ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അവിടുത്തെ ഈ നരസിംഹരൂപവും കാരുണ്യവും വാത്സല്യവും നിറഞ്ഞതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുക. ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്രസംസാരചക്രകഥനാത് ഗ്രസതാം പ്രണീത. എന്നാൽ ഭഗവാനെ, ഞാൻ ഭയപ്പെടുന്ന ഒന്നുണ്ട്. ദുസ്സഹമായിട്ടുള്ള ഈ സംസാരചക്രത്തെ അത്യധികം ഭയപ്പെടുകയാണ്. എൻ്റെ പൂർവകർമ്മത്തിൻ്റെ ഫലമായിട്ട് ഈ അസുരന്മാർക്കിടയിലാണ് ഞാൻ വന്ന് ജനിച്ചത്. ഇവിടെ നിന്നും മോചനം നേടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭക്തന്മാർക്ക് ആശ്രയമായിട്ടുള്ള മോക്ഷപ്രദമായ ആ ഭഗവത് പാദകമലത്തിലേക്ക് എപ്പോഴാണ് എനിക്ക് എത്തിച്ചേരാൻ കഴിയുക, എപ്പോഴാണ് ഭഗവാൻ എന്നെ വിളിക്കുക എന്ന് ഞാൻ ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കുകയാണ്. എത്രയോ ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു ഇതിനു മുൻപ്. അപ്പോഴെല്ലാം ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ലഭിക്കാതെ അപ്രിയങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചു. യസ്മാത് പ്രിയാപ്രിയ വിയോഗസയോഗ ജന്മശോകാഗ്നിന സകലയോനിഷു ദഹ്യമാന. ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് ലഭിക്കുന്നില്ല, ജീവിതത്തിൽ ഇഷ്ടമല്ലാത്തത് വന്നു ചേരുന്നു. അങ്ങനെ അപ്രിയങ്ങളായ ദുഃഖങ്ങളെ അനുഭവിച്ചും ഞാൻ ശോകാഗ്നിയിൽ, കാമ ലോഭാഗ്നിയിൽ ദഹിച്ചു കഴിയുകയാണ്. അതിൻ്റെ മൂലകാരണം ഈ ദേഹാത്മബുദ്ധിയാണ്. അതെന്നെ വിട്ടുപോകുന്നില്ല. ദുഃഖമില്ലാതെയാക്കുവാൻ വേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങൾ വീണ്ടും വീണ്ടും ദുഃഖത്തെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വല്ലാതെ തളർന്നു, വലഞ്ഞു. ഭഗവത് ഭക്തനായി തീർന്നാൽ, ഭഗവത് പാദദാസനായി തീർന്നാൽ മാത്രമേ എൻ്റെ സങ്കടം തീരുകയുള്ളൂ. അവിടുത്തെ കടാക്ഷം ലഭിച്ചാൽ ഞാൻ കൃതാർത്ഥനാവും. അങ്ങനെയാണ് എങ്കിൽ ഞാനും ബ്രഹ്മാദികളെ പിൻപറ്റി അവിടുത്തെ ലീലാകഥകളെ കീർത്തിക്കും. അവിടുത്തെ ഭക്തന്മാരായിട്ടുള്ള പരമഹംസന്മാരോടുകൂടി ചേരാൻ ഇടവരും. ഭഗവത് കഥകൾ കേൾക്കാനും നാമസങ്കീർത്തനം ചെയ്യാനുമുള്ള രുചിയുണ്ടാവും. എൻ്റെ എല്ലാ ക്ലേശങ്ങളും എന്നേക്കുമായി വിട്ടുപോകും എന്നിങ്ങനെ പ്രഹ്ലാദൻ്റെ സ്തുതി തുടരുകയാണ്. അല്ലയോ നരസിംഹമൂർത്തെ, പ്രപഞ്ചത്തിലുള്ള സകല പ്രാണികളുടെയും ഏകരക്ഷാസ്ഥാനം ആ ഭഗവത് സവിധം മാത്രമാണ്, ഭഗവത് പാദാരവിന്ദങ്ങളാണ്. അച്ഛനമ്മമാരുടെ വാത്സല്യമേറ്റു വാങ്ങിക്കൊണ്ട് എപ്പോഴും മാതാപിതാക്കളുടെ ആ സുരക്ഷയിൽ ജീവിക്കുന്ന കുട്ടികൾ മരിച്ചു പോകുന്നു. എത്ര വലിയ രോഗങ്ങൾ വരുമ്പോഴും ഔഷധങ്ങളൊക്കെ നൽകും, നിഷ്കർഷയോടുകൂടി ശുശ്രൂഷിക്കും. എന്നാലും രോഗങ്ങൾ ബാധിക്കുന്നവർ, രോഗികളായിട്ടുള്ളവർ മരിക്കുന്നു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള തോണിയിൽ, കപ്പലിൽ യാത്ര ചെയ്യുന്നവർ സമുദ്രത്തിൽ മുങ്ങി മരിക്കുന്നു. ഭഗവാൻ കൈവിട്ട് കഴിഞ്ഞാൽ, ഈശ്വരൻ കൈവിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും രക്ഷാസ്ഥാനങ്ങളല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ രക്ഷ കിട്ടുന്നതായി കാണുന്നു. എവിടെയാണോ ജീവന് സങ്കടം തീർന്ന് രക്ഷ കിട്ടുന്നത്, അവിടെയെല്ലാം ആ ഭഗവാൻ തന്നെയാണ് രക്ഷാരൂപത്തിൽ വരുന്നത്. രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കഴിയുന്നത് ഭഗവാന് മാത്രമാണ്. ഈ സംസാരത്തിനെ ഒരു ചക്രത്തിനോട് ഉപമിക്കുകയാണ്. 10 ഇന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളുടെയും ആശ്രയിച്ചുകൊണ്ട്, ഇവയുടെ ആശ്രയസ്ഥാനമായി അല്ലെങ്കിൽ ഇവയെ ആശ്രയിച്ചുകൊണ്ട് ഭ്രമണം ചെയ്യുന്ന സംസാര ചക്രത്തിൻ്റെ സ്വരൂപം ആണ് മനസ്സ്.
ഓരോ കർമ്മകലാപങ്ങളിൽ വ്യാപൃതമായിട്ടുള്ള മനസ്സ് അതിശക്തമാണ്. മനസ്സിനെ ജയിക്കുക എന്നുള്ളത് അസാധ്യമാണ്, ദുർജയമാണ് മനസ്സ്. ഭഗവതാശ്രയം ചെയ്യുന്ന ഒരു ഭക്തന് മാത്രമേ മനസ്സിനെ അതിക്രമിക്കാൻ കഴിയൂ. ഞാനും അവിടുത്തെ ശരണം പ്രാപിക്കുകയാണ്. എന്നെ അവിടുത്തെ പാദങ്ങളിലേക്ക് എത്തിച്ചാലും സ്വീകരിച്ചാലും. ബ്രഹ്മാവ് മുതൽ സകല ലോകപാലന്മാരും അവരുടെയെല്ലാം ഐശ്വര്യപ്രഭാവങ്ങൾ എത്രയാണ് എന്ന് കണ്ടു കഴിഞ്ഞു. എൻ്റെ പിതാവ് ഹിരണ്യകശിപു ആ പുരികമൊന്ന് ചുളിച്ചതോടുകൂടി, നെറ്റിയൊന്ന് ചുളിച്ചതോടെ അവരുടെ സ്ഥാനങ്ങൾ അവർക്ക് നഷ്ടമായി. അവർ ഹിരണ്യകശിപുവിനെ ഭയപ്പെട്ടു. അത്രത്തോളം പരാക്രമശാലിയായിട്ടുള്ള എൻ്റെ പിതാവിനെ ഭഗവാനെ അങ്ങ് ലീലാരൂപേണ വധിച്ചുവല്ലോ. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഒരു സംഗതി മനസ്സിലാക്കി. ലോകത്തിൽ കാണപ്പെടുന്നതായ ഐശ്വര്യങ്ങൾ, അത് ബ്രഹ്മപദവിയാവട്ടെ ഇന്ദ്രപദവിയാവട്ടെ, അതൊന്നും തന്നെ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ന ബ്രഹ്മണോ നതു ഭവസ്യ നവൈരമായ യന്മേർപ്പിത ശിരസി പത്മകരപ്രസാദ. ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ കാലം കൊണ്ട് നശിച്ചു പോകുന്നതാണ്. എന്നെ അവിടുത്തെ ഒരു സേവകനായി സ്വീകരിച്ചാലും അവിടുത്തെ പാദസേവ ചെയ്യുന്ന സേവകന്മാരിൽ ഭൃത്യന്മാരിൽ ഒരുവനായി എന്നെ സ്വീകരിച്ചാലും. വിഷയ സുഖങ്ങളെല്ലാം തന്നെ സുഖാഭാസങ്ങളാണ് എന്ന് ബോധ്യമായി. അതിൽ നിന്നും യഥാർത്ഥ സുഖം ലഭിക്കില്ല. വിഷയങ്ങളെ അനുഭവിക്കുന്ന ശരീരം സകല രോഗങ്ങളുടെയും ഇരിപ്പിടമാണ്. ഇതെല്ലാം അനുഭവിച്ചിട്ടും മനുഷ്യന് വിരക്തി വരുന്നില്ല. നിസ്സാരങ്ങളായ സുഖങ്ങളെ, തുച്ഛസുഖങ്ങളാകുന്ന തേൻതുള്ളികളെ സ്വീകരിച്ച്, അല്ലെങ്കിൽ തുച്ഛസുഖങ്ങളാകുന്ന നെയ്യിനെ ഒഴിച്ച് കാമമാകുന്ന ആ അഗ്നിയെ ശമിപ്പിക്കാൻ കഴിയും എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. കത്തുന്ന അഗ്നിയിലേക്ക് നെയ്യ് ഒഴിച്ചാൽ അത് ആളിക്കത്തുകയേ ഉള്ളൂ എന്നവരറിയുന്നില്ല. ഇങ്ങനെ മനുഷ്യൻ ഈ മായയിൽപ്പെട്ട് മോഹിക്കാൻ ഇടയാവുന്നു. എത്രയോ പ്രഭാവം ആണ് ആ മായയ്ക്ക്. ഭഗവാനെ അവിടുത്തെ മായാശക്തി അതെത്രയാണെന്ന് പറയാൻ കഴിയില്ല. ഭഗവാനെ അവിടുത്തെ കാരുണ്യം, എന്നോടുള്ള കാരുണ്യം, അതാണല്ലോ ആ ഭഗവൽ കരങ്ങളെ എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചത്. അത് ബ്രഹ്മാവിനോ ശ്രീപരമേശ്വരനോ ലക്ഷ്മി ദേവിക്കോ പോലും കിട്ടാത്തതായൊരു ഭാഗ്യമാണ്. വാസ്തവത്തിൽ ഞാൻ അതിന് അർഹനാണോ എന്നെനിക്കറിയില്ല. അസുരവംശജനാണ്, നികൃഷ്ടനാണ്. എന്നാൽ ഭഗവാന്റെ അനുകമ്പ അതെത്രത്തോളം ഉത്കൃഷ്ടമാണ്. ഇത്രയധികം ഭക്തവാത്സല്യം അങ്ങ് പ്രകടിപ്പിക്കുന്നുവല്ലോ. ആശ്രയിക്കുന്നവന്റെ കുലമോ ഗോത്രമോ ഗുണദോഷങ്ങളോ ഒന്നും തന്നെ ഭഗവാൻ നോക്കുന്നില്ല. കാരണം എല്ലാവർക്കും ആത്മാവും സുഹൃത്തും അവിടുന്ന് തന്നെയാണ്. കൽപ്പവൃക്ഷത്തെ പോലെ ആരെന്ത് സങ്കല്പത്തോടുകൂടി ഭജനം ചെയ്താലും അവർക്ക് വേണ്ടതിനെല്ലാം ആ ഭഗവാൻ നൽകുന്നു. കാലസർപ്പത്തിൻ്റെ ആവാസമായിട്ടുള്ള സംസാരമെന്ന
ഈ അന്ധകൂപത്തിൽ എവം ജനം നിപതിതം പ്രഭവാഹി കൂപേ കാമാഭികാമമനുയ പ്രപദൻ പ്രസംഗാത്. ഈ അന്ധകൂപത്തിൽ സംസാരത്തിൽ വീണുകിടക്കുന്ന മൂർഖന്മാരുടെ വിഡ്ഢികളുടെ ഇടയിലാണല്ലോ ഞാനും വന്ന് ജനിച്ചത്. ദേവർഷിയായിട്ടുള്ള ശ്രീനാരദനാണ് എന്നെ ഇവിടെ നിന്ന് കരകയറ്റി ഭഗവാനെ അവിടുത്തെ സമീപം എത്തിച്ചത്. ആ ശ്രീനാരദ മഹർഷിയുടെ വാക്കിനെ സത്യമാക്കുവാനാണ് ഭഗവാൻ ഹിരണ്യകശിപുവിനെ, എൻ്റെ പിതാവിനെ നിഗ്രഹിച്ചതും എന്നെ രക്ഷിച്ചതും. ഈ പ്രപഞ്ചം സർവസ്വവും അവിടുന്ന് തന്നെയാണ്. അനാദരത്തിൽ തോന്നിക്കുന്നത് ഭഗവാന്റെ മായ കൊണ്ടാണ്. എന്നാൽ ഭഗവാനാവട്ടെ ഇതിനോടൊന്നും തന്നെ ബന്ധപ്പെടാതെ ലോകാതീതനായിട്ട് വർത്തിക്കുന്നു. ഈ ലോകത്തിൽ കാണുന്ന വൈഷമ്യങ്ങളൊന്നും തന്നെ ഭഗവാനെ സ്പർശിക്കുന്നില്ല. പ്രളയകാലത്തിൽ അനന്തമാത്ര സ്വരൂപനായി ആ കാരണജലത്തിൽ ഭഗവാൻ ശയിക്കുന്നു. സൃഷ്ടിയാരംഭത്തിൽ തൻ്റെ ഇച്ഛാമാത്രത്താലുണ്ടായ നാഭിപത്മത്തിൽ ബ്രഹ്മാവ് ആവിർഭവിച്ചു. ഭഗവത് അനുഗ്രഹം കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിയെ ചെയ്യാൻ തുടങ്ങി. തുടർന്ന് കൃതത്രേതാ ദ്വാപരങ്ങളിൽ ഭഗവാൻ വ്യത്യസ്തങ്ങളായ അവതാരങ്ങളെ സ്വീകരിച്ച് ലോകസംഗ്രഹം ചെയ്യുന്നു. കലിയുഗത്തിലാവട്ടെ പ്രത്യക്ഷനായി അവതരിക്കാതെ മഹാത്മാക്കളുടെ രൂപത്തിൽ, അവതാരപുരുഷന്മാരുടെ, സജ്ജനങ്ങളുടെ രൂപത്തിൽ ഗൂഢമായി സഞ്ചരിച്ച് ലോകരക്ഷയെ ചെയ്യുന്നു. ജന്മാന്തര ദുരിതങ്ങളുടെ ഫലമായി മനുഷ്യന്റെ ദുഷിച്ചതായ മനസ്സ് ഭഗവത് കഥകളെയും ആ തിരുനാമങ്ങളെയും ഒരിക്കലും കേൾക്കാനോ കീർത്തിക്കുവാനോ ഇഷ്ടപ്പെടുന്നില്ല. കാരണം വിഷയസുഖങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ ഓരോ ഇന്ദ്രിയങ്ങളും അവരെ പല വഴിക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്, അവരെ വല്ലാതെ ക്ലേശിപ്പിക്കുകയാണ്. ഈ സംസാര വൈതരണിയിൽ മുങ്ങിയും പൊങ്ങിയും പരിതപിക്കുകയാണ് അവർ. അങ്ങനെയുള്ളവരെ കൂടി ഇവിടെ നിന്ന് രക്ഷിക്കുവാൻ, കരകയറ്റുവാൻ ഭഗവാനെ അവിടുത്തേക്ക് കാരുണ്യമുണ്ടാവണം, അനുകമ്പ ഉണ്ടാവണം. കൊന്യത്രതേ അഖിലഗുരോ ഭഗവൻ പ്രയാസ ഉത്താരണേസ്യ ഭവസംഭവലോപഹേതോ മൂഢേഷു വൈ മഹദനുഗ്രഹ ആർത്തബന്ധോ. ഗുരുകൃപ കൊണ്ടാണ് എനിക്ക് അവിടുത്തെ കാരുണ്യം ലഭിച്ചത്. എനിക്കിനി ഈ സംസാര ഭയം ഇല്ല. എന്നാൽ എൻ്റെ ചുറ്റുമുള്ളവരുടെ ശോചനീയമായ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി രാഗദ്വേഷാദികളെ വെച്ചുകൊണ്ട് ഇരിക്കുന്ന അവർക്ക് ഭഗവത് ഭജനം ചെയ്യണമെന്നോ ഭക്തന്മാരെ ആശ്രയിക്കണമെന്നോ എന്ന വിചാരമില്ല. ശ്രീനാരദനെ പോലെ അപൂർവം ചിലർ മാത്രമാണ് ലോകത്തിൽ ഈ ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് സഞ്ചരിക്കുന്നത്. പ്രായേണ താപസന്മാർ അവരുടെ മുക്തിക്ക് വേണ്ടി വിജനത്തിൽ ഏകാന്തത്തിലിരുന്നു കൊണ്ട് മൗനമായി തപസ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ളവരുടെ ശ്രേയസ്സിൽ അവർ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഭഗവാനെ, എനിക്കാണെങ്കിൽ ഈ കൃപണന്മാരെ, ഈ ദുഃഖമനുഭവിക്കുന്നവരെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് മാത്രം മുക്തി നേടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭഗവാനല്ലാതെ ഇവരെ രക്ഷിക്കാൻ ആരാണുള്ളത്? ഈ കുടുംബാസക്തന്മാരായിട്ടുള്ള
ഗൃഹസ്ഥന്മാർ അവരനുഭവിക്കുന്ന തുച്ഛമായ സുഖം അത് വളരെ നിസ്സാരമാണ് എന്നവർ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഭഗവാനെ സ്തോത്രം, കഥാശ്രവണം, നമസ്കാരം, സർവകർമാർപ്പണം, പൂജ, ഇതെല്ലാം ചേർന്നതായ പരമാർത്ഥ സേവ കൊണ്ട് മാത്രമേ ശുദ്ധമായിട്ടുള്ള ഭക്തി ലഭിക്കുകയുള്ളൂ എന്നെനിക്ക് ബോധ്യമായി. അങ്ങനെയുള്ള ശുദ്ധഭക്തിയെ എനിക്ക് നൽകി അവിടുത്തേടെ ഭൃത്യഭൃത്യനാക്കി ചെയ്യണമേ. അതിനുവേണ്ടി ഞാൻ ശരണം പ്രാപിക്കുന്നു. തൽത്തേ അർഹത്തമ നമസ്തുതി കർമ്മ പൂജ കർമ്മസ്മൃതിശ്ചരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനേതി ഷടങ്കയാ കിം ഭക്തിം ജന പരമഹംസഗതൗ ലഭേത. അങ്ങനെ പ്രഹ്ലാദൻ ആ ഭഗവാനെ സ്തുതിക്കുകയും വീണ്ടും വീണ്ടും നമസ്കരിക്കുകയും ചെയ്തു. ആ പ്രഹ്ലാദന്റെ സ്തോത്രം കേട്ട് അതിസന്തുഷ്ടനായി ആ ഭഗവാൻ കോപത്തെയൊക്കെ ത്യജിച്ച് പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. പ്രഹ്ലാദ ഭദ്രഭദ്രം തേ പ്രീതോഹം തേ അസുരോത്തമ. നിനക്ക് മംഗളം ഭവിക്കട്ടെ, ഞാൻ നിന്നിൽ അത്യന്തം പ്രീതനായിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം കൂടാതെ ആർക്കും എൻ്റെ ദർശനം ലഭിക്കില്ല. എന്നെ ദർശിച്ചവന് ഒരിക്കലും യാതൊരുവിധ ദുഃഖവും പിന്നീടുണ്ടാവില്ല. മഹാഭാഗനും ധീരനുമായ പ്രഹ്ലാദനെ പോലുള്ള സാധുക്കൾ എന്നെ സർവാത്മഭാവത്തോടുകൂടി ഭജിക്കുമ്പോൾ അതെന്നെ വല്ലാതെ അധികം സന്തോഷിപ്പിക്കുന്നു. എൻ്റെ എല്ലാ അഭീഷ്ടങ്ങളും നിനക്ക് നൽകുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്തു വേണമെങ്കിലും മടിക്കാതെ ചോദിച്ചുകൊള്ളൂ. ഒരു ഭക്തന് ഭഗവാനെ ഒഴിച്ച് മറ്റൊന്നും ആവശ്യമില്ല എങ്കിലും പല വരങ്ങളെയും പ്രദാനം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്തനെ ഒന്ന് പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുകയാണിവിടെ ഭഗവാൻ. എന്നാൽ ആ പ്രലോഭനങ്ങളിലൊന്നും തന്നെ ഭഗവാൻ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ വീണു പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സപ്തമസ്കന്ധം നരസിംഹമൂർത്തിയെ പ്രഹ്ലാദനെ സ്തുതിക്കുന്നതായിട്ടുള്ള സന്ദർഭം 9-ാം അധ്യായം സമർപ്പിക്കുന്നത്. ശ്രീഹരയേ നമ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 10-ാം അധ്യായം. ഈ അധ്യായത്തിൽ ആദ്യ ഭാഗത്തിൽ പ്രഹ്ലാദന്റെ അഭിഷേകത്തെ പറയുകയാണ്. നരസിംഹമൂർത്തി വരങ്ങളെ നൽകാം എന്ന് പ്രലോഭിപ്പിച്ചുവെങ്കിലും പ്രഹ്ലാദൻ ആശ്ചര്യത്തോടുകൂടി ചിന്തിക്കുകയാണ്. ത്രൈലോക്യ ചക്രവർത്തിയായ ഹിരണ്യകശിപുവിൻ്റെ പുത്രനായി ഞാൻ ജനിച്ചപ്പോൾ തന്നെ 3 ലോകങ്ങളിലുള്ള ഐശ്വര്യങ്ങളൊക്കെ തന്നെ സ്വായത്തമായി. എന്നാൽ സദ്ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിവേകം ഉദിക്കുകയും ആ ശ്രീഹരിയൊഴികെ ഭഗവാനൊഴികെ മറ്റൊന്നും തന്നെ അഭികാമ്യമല്ല എന്ന് ബോധ്യമായി. അതിനാൽ സർവസ്വവും ത്യജിച്ചിട്ടാണ് ഭഗവത് ശരണാരവിന്ദത്തെ മുറുകെ പിടിച്ചത്. ഇത് ഭഗവാന് തന്നെ സ്പഷ്ടമായി അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കുന്നു എന്ന്. മാമാം പ്രലോഭയോത്പത്യ ആസക്തം കാമേഷു തൈർവരൈ തൽസംഗഭീതോ നിർവിണ്ണോ മുമുക്ഷുസ്ത്വാമുപാശ്രിത. എൻ്റെ ഭക്തി എത്രത്തോളം ശുദ്ധമാണ് എന്ന് പരീക്ഷിക്കാനായിരിക്കാമോ ഇങ്ങനെ എന്നെ പ്രലോഭിപ്പിക്കുന്നത്. പ്രഹ്ലാദൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്.
അസുരവംശത്തിൽ ജനിച്ച ഈ ഉള്ളവന് സ്വഭാവം കൊണ്ട് വിഷയാസക്തനാണ്. ആ വിഷയങ്ങളെ തന്നെ അവിടുന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ അധപ്പതിക്കില്ലേ? അതുകൊണ്ട് അനവധി വരങ്ങളെ നൽകി എന്നെ മോഹിപ്പിക്കരുതേ, പ്രലോഭിപ്പിക്കരുതേ. ഞാൻ വിഷയസംഘത്തെയാണ് അത്യധികം ഭയപ്പെടുന്നത്. ഭഗവാന്റെ ഭൃത്യനായിട്ടുള്ള സേവകനായിട്ടുള്ള ഞാൻ എത്രത്തോളം വിഷയാസക്തനാണ് എന്ന് ഒരുപക്ഷെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആവണം ഭഗവാൻ എന്നോട് അങ്ങനെ ചോദിച്ചത്. ഒരിക്കലും ഭഗവാൻ ഒരു ഭക്തനെ അല്ലെങ്കിൽ ഭഗവത് ആശ്രയം ചെയ്യുന്ന ഒരുവനെ വീണ്ടും ഈ സംസാര സാഗരത്തിലേക്ക് വീഴിക്കില്ല എന്ന് ഉറപ്പുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഭജിക്കുന്ന ഒരുവൻ, അങ്ങനെ സേവിക്കുന്ന ഒരുവൻ ഭൃത്യനല്ല. അത് കച്ചവട മനോഭാവമാണ്. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറന്നുപോയി എന്ന് വരാം, തിരിഞ്ഞു നോക്കിയില്ല എന്ന് വരാം. തൻ്റെ സേവകന്, തൻ്റെ ഭൃത്യന് ദോഷകരമായതിനെ നൽകുന്ന ഒരു യജമാനൻ യഥാർത്ഥ യജമാനനല്ല, യഥാർത്ഥത്തിലുള്ള സ്വാമിയല്ല. ഭഗവാനെ, എനിക്കും ഭഗവാനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം അങ്ങനെയല്ലല്ലോ. ഞാൻ മറ്റൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഭഗവാന്റെ കൽപ്പനയെ നിരസിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒന്നു മാത്രം പ്രാർത്ഥിക്കുകയാണ്. വിമുഞ്ചതി യഥാ കാമാൻ മാനവോ മനസി സ്ഥിതാൻ തർഹേവ പുണ്ടരീകാക്ഷ ഭഗവത്വായ കൽപ്പതേ. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരയേ അദ്ഭുത സിംഹായ ബ്രഹ്മണേ പരമാത്മനെ. ഒന്നു മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എൻ്റെ ഹൃദയത്തിൽ കാമബീജങ്ങൾ ഒരിക്കലും മുളപൊട്ടാതെ അത് നിശേഷം നശിച്ചു പോകണം. അതിനായിട്ട് അവിടുന്ന് അനുഗ്രഹിച്ചാലും. എന്നിങ്ങനെയുള്ള പ്രഹ്ലാദന്റെ ആ ശുദ്ധ ഭാവത്തിൽ പ്രസന്നനായ ഭഗവാൻ അനുഗ്രഹിച്ചു. നൈകാന്തിനോ മേമയി ജാത്വിഹാശിഷ ആശാസതയമുത്രചയേ ഭവദ്വിധ അഥാപി മന്വന്തരമേതത്ര ദൈത്യേശ്വരാണാം അനുഭുങ്ഷ ഭോഗാൻ. പ്രഹ്ലാദനെ പോലെയുള്ള ഏകാന്ത ഭക്തന്മാർ ഇഹപര സുഖങ്ങളെയെല്ലാം വെറുക്കുക എന്നത് യുക്തമാണ്. എന്നിരുന്നാലും ഈ വരം നൽകുകയാണ് ഞാൻ. ഈ മന്വന്തരം മുഴുവനും അസുരചക്രവർത്തിയായിരുന്ന് നിർദോഷങ്ങളായിട്ടുള്ള ഭോഗങ്ങളെയൊക്കെ അനുഭവിക്കുക. പ്രഹ്ലാദന് അത്യന്തം പ്രിയകരമായിട്ടുള്ള എൻ്റെ കഥാമൃതത്തെ നിരന്തരം പാനം ചെയ്യുക. സർവകർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് അനുവർത്തിക്കുക. അങ്ങനെയാണ് എങ്കിൽ പുണ്യപാപങ്ങളൊന്നും തന്നെ ബാധിക്കില്ല. പ്രാരബ്ധങ്ങളായ പുണ്യപാപങ്ങളെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ടതില്ല. സുഖാനുഭവം കൊണ്ട് പുണ്യവും പ്രജാപാലനം തുടങ്ങിയിട്ടുള്ള ക്ലേശങ്ങളെ കൊണ്ട് പാപവും നശിച്ചുകൊള്ളും. പ്രാരബ്ധ അവസാനത്തിൽ
എന്നെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. അസുരകുലത്തിൽ ജനിച്ച് എൻ്റെ പ്രേമഭാജനമായി തീർന്ന പ്രഹ്ലാദന്റെ നിർമ്മല യശസ്സിനെ ദേവന്മാർ പോലും കീർത്തിക്കും. പ്രഹ്ലാദൻ പറയാണ് ഭഗവാനോട്, സർവേശ്വരനായ അവിടുത്തെ അറിയുവാൻ എൻ്റെ അച്ഛന് കഴിഞ്ഞില്ല. ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച ഒരു ഭ്രാതൃഘാതകൻ മാത്രമായിട്ടാണ് ഹിരണ്യകശിപു ഭഗവാനെ കണ്ടത്. ക്രോധാവേശം കൊണ്ട് ഭഗവൻ നിന്ദ ചെയ്തു. കാരുണ്യമൂർത്തിയായിട്ടുള്ള അവിടുന്ന് അതെല്ലാം ക്ഷമിച്ച് എൻ്റെ അച്ഛനെ പരിശുദ്ധനാക്കണം. മരണസമയത്ത് ആ ഭഗവത് കടാക്ഷം ലഭിച്ചതിനാൽ അച്ഛൻ്റെ പാപങ്ങളെല്ലാം നശിച്ചുവെങ്കിലും ഞാൻ എൻ്റെ അജ്ഞത കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ജനനം കൊണ്ട് തന്നെ, പ്രഹ്ലാദന്റെ ജനനം കൊണ്ട് തന്നെ മുൻപും പിൻപുമുള്ള 21 തലമുറകൾ പരിശുദ്ധമായി കഴിഞ്ഞു. ഒട്ടും സംശയിക്കേണ്ടതില്ല. എവിടെയാണോ എൻ്റെ ഭക്തന്മാർ വസിക്കുന്നത് ആ ദേശം പോലും പാവനമായി തീരും. പ്രഹ്ലാദനാണെങ്കിൽ എൻ്റെ ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്. ഒരു ഭക്തന് വേണ്ടതായ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ ഭക്തിക്ക് മാതൃകയായി ജനങ്ങൾ പ്രഹ്ലാദനെ തന്നെ എടുത്തു പറയും. ആരെല്ലാമാണോ പ്രഹ്ലാദനെ അനുകരിക്കുന്നത് അവരും എൻ്റെ പ്രിയ ഭക്തന്മാരായിത്തീരും. പ്രഹ്ലാദനെ പോലെ ഒരാളെ പുത്രനായി ലഭിച്ചതോടുകൂടി തന്നെ ഹിരണ്യകശിപു ആ പുണ്യലോകപ്രാപ്തിക്ക് അർഹനായി കഴിഞ്ഞു. ഇനി ആ പിതാവിൻ്റെ ശേഷക്രിയകളെ ചെയ്തുകൊള്ളൂ. അങ്ങനെ ഭഗവത് ആജ്ഞയെ മാനിച്ചുകൊണ്ട് പ്രഹ്ലാദൻ ശേഷക്രിയകളെല്ലാം ചെയ്തു. തുടർന്ന് അസുരഗുരുവായിട്ടുള്ള ശുക്രമഹർഷിയോട് ചേർന്ന് ബ്രഹ്മാവ് പ്രഹ്ലാദനെ അസുരചക്രവർത്തിയായി അഭിഷേകം ചെയ്തു. ആ നരസിംഹമൂർത്തിയെ കോപമെല്ലാം ഉപസംഹരിച്ച് പ്രസാദ ഭാവത്തോടുകൂടി സന്തുഷ്ടനായി നിൽക്കുന്ന കണ്ട ബ്രഹ്മാവ് ഭയത്തെയെല്ലാം വിട്ട് വീണ്ടും സ്തുതിച്ചു. ദേവദേവാഖിലാധ്യക്ഷ ഭൂതഭാവന പൂർവജ ദൃഷ്ട്യാതേ നിഹത പാപോ ലോകസന്താപനോസുര. ബ്രഹ്മാവിന്റെ സ്തുതിയെല്ലാം ഏറ്റുവാങ്ങി ഭഗവാൻ പറഞ്ഞു ബ്രഹ്മാവിനോട്, അങ്ങയുടെ ഒരു വരപ്രദാനം ആ ഹിരണ്യകശിപുവിന് കൊടുത്തതായ വരം ഏതുപോലെയായി? വിഷസർപ്പങ്ങൾക്ക് അമൃത് കൊടുത്ത് ബലവത്താക്കിയതുപോലെയുള്ള ഒരവസ്ഥയായി തീർന്നു. അതുകൊണ്ട് ജന്മനാ ക്രൂരന്മാരായ അസുരന്മാർക്ക് ഇത്തരത്തിലുള്ള വരം കൊടുക്കരുത്. അത് അങ്ങനെ കൊടുത്താൽ ലോകനാശത്തിനിടയാക്കും എന്നിങ്ങനെയെല്ലാം ബ്രഹ്മാവിന് നിർദ്ദേശത്തെ നൽകിക്കൊണ്ട് ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെട്ട ഭഗവാൻ നരസിംഹമൂർത്തി അന്തർധാനം ചെയ്തു. പ്രഹ്ലാദൻ ബ്രഹ്മാദികളെയും ഭക്തിപൂർവം പൂജിച്ച് അവരുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ശ്രീനാരദ മഹർഷി തൻ്റെ ഉപദേശം അവിടെ ആ നരസിംഹ അവതാര കഥ അത് ഉപസംഹരിക്കുകയാണ്. അപ്പോൾ വിഷ്ണു പാർഷദന്മാരായിട്ടുള്ള ആ ജയവിജയന്മാരാണ് ദിതീപുത്രന്മാരായി
ജനിക്കുകയും തീവ്രമായ വിദ്വേഷഭക്തിയോടുകൂടി ആ ശ്രീഹരിയെ പ്രാപിക്കുകയും അവർ വീണ്ടും ത്രേതായുഗത്തിൽ രാവണ കുംഭകർണന്മാരായിട്ടു ആ സമയത്ത് ശ്രീരാമചന്ദ്രനാൽ നിഗ്രഹിക്കപ്പെട്ടു. വീണ്ടും ദ്വാപരത്തിൽ ശിശുപാല ദന്തവക്ത്രന്മാരായി ജനിച്ച് നിരന്തര വിദ്വേഷ ഭാവം കൊണ്ട് ആ ശ്രീകൃഷ്ണനെ ഉപാസിക്കുകയും ഭഗവാൻ അവരെയും നിഗ്രഹിച്ച് അവർക്ക് ശാപമോക്ഷം കൊടുക്കുന്നു. ഇതുപോലെ ഭഗവത് വൈദികളായ എത്രയോ പേർ നിരന്തര ധ്യാനം കൊണ്ട് ഈശ്വര സായുജ്യത്തെ പ്രാപിച്ചിട്ടുണ്ട്. അഭേദഭാവനയാകുന്ന ആ പരമോത്കൃഷ്ടമായിട്ടുള്ള ഭക്തി, അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠന്മാർ എങ്ങനെയാണോ സായുജ്യത്തെ പ്രാപിക്കുന്നത്, ഭഗവത ശ്രേഷ്ഠന്മാർ എങ്ങനെയാണോ സായുജ്യം പ്രാപിക്കുന്നത്, അതേ പരമഗതി തന്നെയാണ് തീവ്ര വിദ്വേഷഭാവത്താൽ വൈരികൾക്കും ലഭിക്കുന്നത്. ഏത് വിധേനയാണെങ്കിലും നിരന്തര സ്മരണ, നിരന്തരം ഒരുവന്റെ ചിത്തം ആ ഭഗവാനിൽ ദൃഢമായി ഉറച്ചു കഴിഞ്ഞാൽ ജന്മം സഫലമായിത്തീരും. ഇങ്ങനെ ആദിപുരുഷനായിട്ടുള്ള ആ ഭഗവാന്റെ നരസിംഹ അവതാര ലീല, പ്രഹ്ലാദന്റെ അതുല്യമായിട്ടുള്ള ഭക്തിജ്ഞാന വൈരാഗ്യ മഹിമ, ഇത് ശ്രദ്ധാഭക്തിയോടുകൂടി പഠിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും കർമ്മപാശത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയും എന്ന് പറയുകയാണ്. അപ്രകാരം ആ കർമ്മപാശങ്ങളിൽ നിന്നും മുക്തനായി സർവാഭയപ്രദനായിട്ടുള്ള ഭഗവൽ പാദത്തെ പ്രാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവിടെ സമർപ്പിക്കുന്നത്. ശ്രീഹരയേ നമഃ.